ഒരു ദിവസം മൊത്തം ഓരോ ഭക്ഷണം മാത്രം ഞാൻ തിന്നാൻ പോകുന്നു. ഓരോ ബിസ്ക്കറ്റും കൊണ്ട് രാവിലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പോയിരുന്നു. ഒരു മുട്ടയും ഒരു നുള്ളി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പാൻ കേക്കാണ്, ഓരോ ബിസ്ക്കറ്റ് പാൻ കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനം. അതാക്കാൻ വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഉപ്പും പിന്നെ വാനില എസൻസും പിന്നെ കുറച്ച് പാലും പിന്നെ കുറച്ച് തേനും ഇനി മൈദപ്പൊടി വേണം. അത് നല്ലോണം മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സായ ശേഷം കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്നാൽ മതി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റെഡ് വെൽവെറ്റ് അതിൻ്റെ ഇടയിലേക്ക് ആക്കുക. പാന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ആക്കിയത് 15 മിനിറ്റിന് ശേഷം ഒഴിക്കുക, ദോശ ചൂടുന്ന പോലെ. എന്നിട്ട് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക, മുകളിലും കുറച്ചും കൂടി ഒഴിക്കുക. ഇത് എൻ്റെ റെസിപ്പിയൊന്നും അല്ല കേട്ടോ, ഇംഗ്ലീഷുകാർ കുറേ ആൾക്കാർ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ആക്കി നോക്കാമെന്ന്. നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്, വൃത്തിയിൽ വരുന്നുണ്ടായിന്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അങ്ങനെയാണ് ഷെയ്ക്കാക്കാൻ വേണ്ടിയിട്ട് ഈ ഓറിയോൻ്റെ ഒരു ഡാർക്ക് ഫാൻറ്റസി പോലത്തെ ഒരു സാധനം എടുത്തിട്ടില്ല. അത് 2-3 എടുത്ത് പൊട്ടിച്ചിട്ടിട്ട് ഒരു പഴവും പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് ഐസ്ക്രീമും കൂടി ആക്കിയിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ഷെയ്ക്കായല്ലോ. കുറച്ച് സിറപ്പെല്ലാം ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക, ഒരു ഡെക്കറേഷൻ ആയിക്കോട്ട്. 2 ഓറിയോ ബിസ്ക്കറ്റും സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് രാവിലെ തിന്നുന്നത്. ഇത് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ദോശേൻ്റെ ഇടയിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് തിന്നലുണ്ട്. ഇങ്ങനെ ദോശയാക്കുമ്പം അതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് അതേപോലെ തന്നെയാണ് സംഭവം. കാണാനും അതുപോലെ തന്നെ ഉണ്ട്. എന്തായാലും ടേസ്റ്റും അതുപോലെ തന്നെ ആയിരിക്കും, അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നിയിനി. ഒരു ദിവസം ഇത്രപാട് ഓറിയോ ബിസ്ക്കറ്റ് ഒന്നും ആരും തിന്നരുത്. ഞാൻ ഈ വീഡിയോ കുറച്ച് മുമ്പ് എടുത്തതാണ്, ഇതിൻ്റെ ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ച വലിയ വീഡിയോ കൂടി ഇടാമെന്ന്. അങ്ങനെ ഓറിയോ ബിസ്ക്കറ്റ് പാടെ തിന്നുന്നത് നല്ലതല്ല എന്ന് ഇപ്പോൾ ആരല്ലോ പറയുന്നതെല്ലാം കേട്ടിനി. അപ്പം ഞാൻ എന്തായാലും ആക്കിയതല്ലേ മുമ്പ്, അങ്ങനെ ഇടാമെന്നാന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്ക് ചാലഞ്ച് കാണാം. ഭയങ്കര ടേസ്റ്റ്, ശരിക്കും നല്ല രസം ഉണ്ടായിനി. ഓറിയോ ബിസ്ക്കറ്റ് അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് നണുത്ത പോലെ ആയിട്ട് നല്ല ചൂടെല്ലാം വരുമ്പോഴത്തേക്ക് നല്ല രസം. പിന്നെ ഞാൻ ഷെയ്ക്കും കുടിച്ചു, ഷെയ്ക്കും അടിപൊളിയായിരുന്നേ. ഉച്ചക്ക് 1 മണിയായപ്പോൾ ലഞ്ച് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ബീറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബിസ്ക്കറ്റ് ഒരു 2-3 എടുത്ത് പൊടിച്ചിട്ട് ഈ വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തു. 2 വീറ്റിൻ്റെ പറയുന്നെല്ലാം തെറ്റിപ്പോന്നല്ല, വീറ്റിൻ്റെ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ പരത്തുന്നുണ്ട്. സൈഡെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് മുട്ടയിൽ കുറച്ച് പാലൊഴിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് സൈഡിൽ വെക്കുന്നുണ്ട്. ഇനി ക്രീമാണ് നമ്മൾ ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇതുപോലെ നൂട്ടലെല്ലാം പരത്തുന്നില്ലേ, അതുപോലെ അങ്ങ് പരത്തി കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് അങ്ങ് മടക്കിയിട്ട് റോൾ ചെയ്യുക. ഇനി ബ്രെഡ് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ആ മുട്ടയിൽ അങ്ങ് മുക്കുക. അത് മുക്കിയിട്ട് ബട്ടറാക്കിയ പാനിൽ തിരിച്ചും മറച്ചും ഇട്ടിട്ട് പൊരിക്കുക. അടിപൊളി സാധനമാണ്. ഇതും നമ്മൾ ഇംഗ്ലീഷുകാരുടെ അടുത്ത് നിന്ന് കട്ടെടുത്ത സാധനമാണ്. ഇങ്ങനെ ഇംഗ്ലീഷുകാരെന്തെല്ലോ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചത് മുന്നേ ഉണ്ടാക്കി നോക്കണം. അങ്ങനെ ഇത് എപ്പോഴും ഉണ്ടാക്കിയിട്ട് ഒരു സമയത്ത് നോക്കിയിട്ടുണ്ടായിന്. പിന്നെ ഇത് എൻ്റെ കണ്ടുപിടുത്തമാണ്. മുട്ടയിലേക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഇട്ടിട്ട് മുട്ട ഓംപ്ലേറ്റ് ഓറിയോ മുട്ടയാക്കുന്നുണ്ട്. ഇത് വലിയ രസം ഉണ്ടാവുമെന്നൊന്നും എനിക്ക് കണ്ടേരം തോന്നിയിട്ടില്ല. പക്ഷേ നമുക്ക് തിന്നു നോക്കാം. അതൊരു കോണ് പോലെ ആക്കിയിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ പോലെ. അങ്ങനെ ഇത് രണ്ടുമാണ് നമ്മൾ ഉച്ചക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ബ്രെഡിൻ്റെ റോളിനെ കുറിച്ച് എനിക്ക് പറയാനില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് രസം ഉണ്ടാവും. നല്ല ക്രീം ഓറിയോ എല്ലാം കൂടിയിട്ട് ഉള്ളിലാക്കിയതല്ലേ, നല്ല രസം ഉണ്ടായിന്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് 2 തിന്നുമ്പോഴത്തേക്ക് തന്നെ സന്തോഷമായി. ഈ ബ്രെഡും മുട്ട എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റാണ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഈ ഓറിയോ മാക്ക് ഫ്ലറി എന്നെല്ലാം പറഞ്ഞൊരു സാധനമില്ലേ, അതാക്കാമെന്ന്. അത് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് റെസിപ്പി. അങ്ങനെ 2-3 ഓറിയോ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക മിക്സിയിൽ ജാറിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തണുത്ത പാലും ഒരു സ്കൂപ്പ് ഐസ്ക്രീമും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കുക. ഓറിയോ ബിസ്ക്കറ്റ് ഇതുപോലെ ഐസ്ക്രീമിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് അട വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സി ജാറിലിട്ട സാധനം അടിച്ചെടുത്തിട്ടുണ്ട്. ഒഴിക്കുക, ഐസ്ക്രീമും ഓറിയോ മിക്സ് ചെയ്തും കൂടി ഇടുക. പിന്നെ മിക്സിയിൽ അടിച്ചത് ഒഴിക്കുക, പിന്നെ ഈ ഐസ്ക്രീം എടുത്തിടുക, പിന്നെ കുറച്ച് ഓറിയോ പൊടിച്ചതും മുകളിലിടുക. ഇങ്ങനെയാണ് ഓറിയോ മക്ഫറി ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ മുമ്പ് കണ്ടിട്ടുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ച് ആക്കി നോക്കാമെന്ന്. ഇതിങ്ങനെ ആക്കിയിട്ട് മിക്സ് ചെയ്യാണ്ട് കുടിക്കണം. നല്ല രസം ഉണ്ടായിന്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇതിനൊരു സ്പെഷ്യൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഇതുവരെ ആക്കി നോക്കിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്, ഭയങ്കര ഇഷ്ടമാവും നിങ്ങൾക്കും. അടിപൊളി സാധനമാണ്. അങ്ങനെ അത് ഉച്ചക്കത്തെ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുടിച്ചു. ഇനി നമ്മൾ രാത്രി ആക്കുന്നത് ഡോറ കേക്കാണ്. അതിനായിട്ട് ഒരു 6-7 ഓറിയോ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ക്രീം വേറെ തന്നെ ആക്കി വെക്കണം. എന്നിട്ട് ബിസ്ക്കറ്റ് മാത്രം എടുക്കുക. ഇനി നമ്മൾ ഈ ബിസ്ക്കറ്റ് എന്ത് ചെയ്യണം, പൊടിച്ചെടുക്കണം. ആ പൊടിച്ചതിനകത്ത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ബേക്കിംഗ് പൗഡറും മുട്ടയും പാലും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. പാല് കുറച്ചായിട്ട് ഒഴിക്കണം. നല്ല വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഓറിയോ ക്രീമും വിപ്പിംഗ് ക്രീമും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് അതും സൈഡിൽ മാറ്റി വെക്കാം. അത് നല്ല കട്ടിയിലുണ്ടാവണേ ക്രീം. വിസ്കിനെ കൊണ്ട് അടിച്ചാൽ മതി, കട്ടി കിട്ടും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ ആക്കിയ മിക്സ് വെച്ചിട്ടുള്ള ബാറ്റർ എടുത്തിട്ട് പാനിൽ ഇളം ചൂടിൽ നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഇതാണ് ഡോറ കേക്കിൻ്റെ മെയിൻ പാൻ കേക്ക്, ഓറിയോ പാൻ കേക്ക്.
തീ കൂട്ടുക തീ കുറക്കുക അതെല്ലാം നമ്മൾ ചെയ്യണം, കരിഞ്ഞു പോകാണ്ട് നോക്കണം. അങ്ങനെ ചുട്ടെടുത്ത ശേഷം ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ആ ക്രീം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടുവിൽ വെച്ച് കൊടുത്തിട്ട് മറ്റേ ഒരു പാൻ കേക്ക് എടുക്കുക, അതിൻ്റെ മുകളിൽ വെക്കുക, എന്നിട്ട് സൈഡെല്ലാം ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളത് പ്രസ്സായിട്ട് ഇങ്ങനെ അമർത്തി വെച്ച പോലെ ഉണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി നടുവിലൂട്ട മുറിച്ചാൽ നമുക്ക് കാണാം. ഇതാണ് ഡോറ കേക്ക്. ഡോറിമോൻ കാണുന്ന ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടാവും ഡോറ കേക്ക്. അടിപൊളി ടേസ്റ്റുള്ള ഡോറ കേക്കാണ്. നല്ല രസമായി ഇത് തിന്നാൻ വേണ്ടിയിട്ട്. പണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ആക്കിയിട്ടുമുണ്ട്, റെസിപ്പി ഇട്ടിട്ടുമുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളങ്ങ് പോയി കണ്ടു നോക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇവിടെ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ ഓറിയോ ചലഞ്ച്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം.